പുറത്ത് ഡിസ്ചാർജ് ആയ ശേഷം സച്ചിയുടെ മുന്നിൽ 1,00,000 രൂപ കൊണ്ടുവയ്ക്കുവാണ്. ഇത് നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിയെടുത്ത പണമാണ്. ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങൾ തലയിടരുത് എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. അതേസമയം രേവതി കിച്ചണില് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും കഴിഞ്ഞില്ലേടി, ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര നേരം എടുക്കുന്നു? കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് ചന്ദ്ര പറയുമ്പോ, അങ്ങനെ കറക്റ്റ് ടൈമിൽ കഴിക്കണമെങ്കിലേ അമ്മ വല്ല ജയിലിലേക്കുമ്പോ അവിടെയാണ് മണിയടിച്ച് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നത്. ഇത് വീടാമ്മേ, എല്ലാം ടൈമിന് നടക്കാൻ പറ്റില്ല, കുറച്ച് കൂടുതലോ കുറവോ ടൈം എടുക്കും എന്ന് രേവതി പറയുന്നുണ്ട്. നിനക്ക് വായിലെ നാവ് കുറച്ച് കൂടുതലാവുന്നുണ്ട്. ജയിലിൽ പോയി കഴിക്കാൻ പറയുന്നോ? പെട്ടെന്ന് ജോലി തീർക്കടി. ആ സമയത്ത് പൂ വാങ്ങിക്കാനായി ഒരു സ്ത്രീ വീട്ടിലേക്ക് എത്തുകയാണ്. രേവതിയിലെ അവളെ വിളിക്ക് എന്നാ സ്ത്രീ പറയുമ്പോ, ഞാൻ അവളെ വിളിക്കാനോ? എന്തിനാ എന്നൊക്കെ ചന്ദ്ര തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അവളെ വിളിക്ക്, അവളോടാ എനിക്ക് പറയാനുള്ളത്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞ് അകത്ത് കയറി രേവതിയോട് പൂ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. എടി രേവതി, ഇവിടെ വാടി, ഇവൾക്കൊന്നും കടയിൽ വന്ന് പൂ വാങ്ങാൻ പറ്റില്ലേ, വീട് അന്വേഷിച്ചു വന്നിരിക്കുന്നു എന്ന് ചന്ദ്ര പറയുമ്പോ, നേരത്തെ ഓർഡർ കൊടുത്തു പോയതാ, അതുകൊണ്ടാ ഇപ്പോ വന്നത് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ അതെ, വലിയ കോസ്റ്റ്ലി ആയ സാധനത്തിനല്ലേ ഓർഡർ കൊടുത്തിട്ട് പോയത്, ഇപ്പൊ ഡെലിവറി ആയി കഴിഞ്ഞു. എടി, പൂവ് കൊണ്ടുപോയി എന്തിനാ ഫ്രിഡ്ജിൽ വെക്കുന്നേ? നീ ചുട്ട ഇഡലി, ദോശ എല്ലാത്തിനും മല്ലികപ്പൂവിന്റെ മണമാണ്. ചന്ദ്ര പറയുന്നത് കേട്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനെന്താ ചന്ദ്ര ഇപ്പോ? ഇഡലിക്ക് മല്ലികപ്പൂ പോലെ ഉണ്ടാക്കുന്നതല്ലേ നിനക്കിഷ്ടം, ഇപ്പോ അത് കറക്റ്റ് ആയില്ലേ എന്ന് രവി ചോദിക്കുമ്പോ, മല്ലികപ്പൂവ് കൊണ്ടുണ്ടാക്കിയ ഇഡലിയും മുല്ലപ്പൂവിന്റെ സാമ്പാറും ഒക്കെ വയ്ക്കാൻ നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങൾക്ക് വട്ടാണോ? എടി, നിന്റെ കച്ചവടം അങ്ങ് കടയിൽ വെച്ചാ മതി. കണ്ടവരൊക്കെ വീട് തേടി വന്ന് എന്നോടാ അഹങ്കാരത്തോടെ സംസാരിച്ചു പോയത് എന്ന് പറഞ്ഞ് ചന്ദ്ര അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രേ, ഓരോ കസ്റ്റമർക്കും ഓരോ സ്വഭാവം ആയിരിക്കില്ലേ എന്ന് രവി പറഞ്ഞു കൊടുക്കുവാണ്. അതെ അതെ, വലിയ കസ്റ്റമർ അല്ല, വലിയ കച്ചവടം നടക്കുന്നത് പോലെ ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ നോക്ക് എത്ര പണം വച്ചിട്ടുണ്ടെന്ന് എന്ന് പറയുവാണ് ചന്ദ്രമതി. പൂക്കടയ്ക്ക് നിന്റെ പേരല്ലേ ചന്ദ്രയെ വച്ചത്, അതിന്റെ രാശിയായി കാണുന്നത് എന്ന് രവിയേട്ടൻ പറയുമ്പോ, അതെ അതെ, എന്റെ പേര് വച്ചതുകൊണ്ട് തന്നെയാ ഇങ്ങനെ രാശി. ശ്രുതിമോള് പോലും പാർലറിന് എന്റെ പേരല്ലേ വെച്ചത്. അവള് മാസാമാസം സമ്പാദിക്കുന്നതിന്ന് എനിക്ക് കാശ് തരുന്നുണ്ട്. ഇതുങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കടയ്ക്ക് വാടക പോലും ഇവളുമാരെനിക്ക് തരുന്നില്ല എന്ന് രേവതിയെ നോക്കി ചന്ദ്ര പറയുകയാണ്. നിന്റെ അച്ഛൻ കെട്ടിയ റോഡാണോ ചന്ദ്ര ഇത് അവള് വാടക തരാനായിട്ട്? രേവതി പൂ വച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോമിലാണ്, അല്ലാതെ നിന്റെ അച്ഛന്റെ വകയുള്ള റോഡൊന്നും അല്ലല്ലോ ഇത് നിനക്ക് വാടക തരാൻ വേണ്ടി എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ്. റോഡ് എന്റെ വീടിന് മുന്നിലല്ലേ ഉള്ളത്, വീടിന് മുന്നിൽ കട വച്ചിരിക്കുവല്ലേ, എന്നിട്ട് ഇവൾക്ക് വാടക തരാൻ തോന്നിയോ? ഇല്ലല്ലോ എന്ന് ചന്ദ്ര പറഞ്ഞത് കേട്ടോണ്ട് സച്ചി കയറി വരുവാണ്. അച്ഛാ, നമ്മുടെ വീടിന്റെ മുകളിലൂടെ കാലത്ത് 2 പ്ലെയിൻ പറന്നു പോയില്ലേ, അതിന് വാടക കൊടുത്തു അമ്മയ്ക്ക്. അമ്മയുടെ വീടിന് മുകളിലൂടെയല്ലേ പോയിരിക്കുന്നേ, അതിന് വാടക ചോദിച്ചു വാങ്ങാൻ ചാൻസ് ഉണ്ടച്ചാ എന്ന് സച്ചി പറയുകയാണ്. എന്താടാ, നീ നിന്റെ ഭാര്യയ്ക്ക് വക്കാലത്തുമായി വന്നതാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, കട നിങ്ങളുടെ പേരിലാണെന്നോർത്ത് സന്തോഷിക്കാൻ നോക്ക്. എന്താണെന്ന് വെച്ചാ ഇപ്പൊ നിങ്ങളുടെ പേരില് ആ കട മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ശ്രുതിയെ നോക്കി പറയുകയാണ് സച്ചി. എടാ വേണ്ട, ചന്ദ്രയോട് അതൊന്നും പറയണ്ട എന്ന് രവിയേട്ടൻ ആക്ഷൻ കാണിച്ചപ്പോ, ഇല്ല അച്ഛാ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറയാൻ വന്നത് ഇതാണ്, ഇത് അച്ഛന്റെ പണമാണ് എന്ന് പറഞ്ഞ സച്ചി കയ്യിലുള്ള 1,00,000 എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണ്. എന്തു പണമോ എന്ന് ചോദിച്ച് ശ്രുതി ഓടിയെത്തുകയാണ്. എലി മാളത്തിന്ന് പുറത്തേക്ക് വന്നോ? ഇതെന്താ പണത്തെപ്പറ്റി പറയുമ്പോ നിന്റെ ചെവിയില് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് സച്ചി ചോദിക്കുവാണ്. ശ്രുതിയെ പറ്റി ഇങ്ങനൊന്നും സംസാരിക്കരുത് സച്ചി എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ്. ാതിരിക്ക്, അവനെ നോക്ക്, പണമെന്ന് കേട്ടാ തന്നെ വായും പൊളിച്ചു നിന്നോളും. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കള്ളൻ മോഷ്ടിച്ചോണ്ട് പോയില്ലേ, ആ കാശ് ഇന്ന് തിരിച്ചു കിട്ടിയച്ചാ. അവൻ പോലീസിന്റെ കയ്യില് കാശ് കൊടുത്തിട്ട് പോയി എന്ന് സച്ചി പറയുകയാണ്. ആരാ ഏട്ടാ ആ കള്ളൻ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, ഏതോ ഒരു കള്ളൻ, എനിക്കവനെ പരിചയമൊന്നുമില്ല, ആ പോലീസുകാരൻ എനിക്കറിയുന്ന ആളാച്ചാ, അതാ പണം എന്റെ കയ്യിൽ തന്നുവിട്ടത് എന്ന് പറയുവാണ് സച്ചി. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്ന് ശ്രുതി പറയുമ്പോ,
മലേഷ്യന്ന് നിന്റെ ഇളയച്ചൻ വന്നെന്ന് പറഞ്ഞില്ലേ? അയാളെ കണ്ട മലേഷ്യന്ന് വന്നതാണെന്ന് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും ഞങ്ങളത് വിശ്വസിച്ചില്ലേ എന്ന് സച്ചി പറയുകയാണ്. ആന്റി, നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ എന്ന് വർഷ ചോദിക്കുമ്പോ, അന്ന് കേസ് കൊടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല മോളെ. ആ പലിശക്കാരൻ എന്നെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെ വലിയ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ ചന്ദ്ര അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്കിൾ, കംപ്ലൈന്റ് കൊടുത്താൽ പോലും മോഷ്ടിച്ച കാശ് കറക്റ്റായിട്ട് തിരിച്ചു കിട്ടാറില്ല. കംപ്ലൈന്റ് കൊടുക്കാതെ തന്നെ എങ്ങനെ കറക്റ്റായിട്ട് കാശ് കിട്ടി? ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ സച്ചി ആകെ ഷോക്കായി നിൽക്കുവാണ്. അതേ ഏട്ടത്തി, എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ റോബറി നടന്നിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇപ്പൊ 2 years ആയി. ഇതുവരേക്കും ആരെന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വർഷ പറയുമ്പോ, അതെ, ഇത്രയും പെട്ടെന്ന് കള്ളനെയും പിടിച്ചു, കാശും തിരിച്ചു കിട്ടി. ഇതിലെന്തോ തെറ്റുണ്ട് എന്നൊക്കെ ശ്രുതി പറയുമ്പോ, ചില കള്ളനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും, എന്നാലേ ചില കള്ളത്തരം കാണിക്കുന്നവളുമാരെ പിടികൊടുക്കാതെ നടക്കുക എന്നൊക്കെ ശ്രുതിയെ നോക്കി പറയുവാണ് സച്ചി. അതെങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാതെ കാശ് തിരിച്ചു കിട്ടും എന്ന് ശ്രുതി ചോദിക്കുമ്പോ, അച്ഛാ, അത് എനിക്കറിയാവുന്ന പോലീസുകാരൻ്റെ അടുത്ത് ഞാൻ പണം മോഷണം പോയ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അയാൾ പെട്ടെന്ന് കള്ളനെ കണ്ടുപിടിച്ച് എൻ്റെ കാശ് കയ്യിൽ തന്നിട്ട് പോയി എന്നൊക്കെ സച്ചി അതിന് മറുപടി കൊടുക്കുവാണ്. അതെങ്ങനെ അങ്കിൾ? അങ്ങനെ കള്ളനെ പിടിച്ചാലും കോർട്ടിൽ ഹാജരാക്കിയാലല്ലേ നഷ്ടപ്പെട്ടവർക്ക് പണം വാങ്ങിച്ചു തരാൻ പറ്റൂ എന്ന് ശ്രുതി പറയുമ്പോ, ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിനക്കറിവുണ്ടല്ലോ. ക്രിമിനൽസിനായിരിക്കും ഇത്രയും ഡീറ്റെയിൽസ് അറിയുന്നത് എന്ന് സച്ചി പറയുമ്പോ ശ്രുതി ആകെ വല്ലാതായി നിൽക്കുവാണ്. എൻ്റെ ഫ്രണ്ട് ലോയറാണ്, ഞാനും പഠിച്ചിട്ടുണ്ട് എന്ന് ശ്രുതി പറയുമ്പോ, പഠിച്ചാലെല്ലാം അറിയണമെന്നില്ല ശ്രുതി. ഇപ്പോ പഠിച്ചെന്ന് വെച്ച് ആർക്കെങ്കിലും അസുഖം വന്നാ നീ ഗുളികയും മരുന്നൊക്കെ എഴുതി കൊടുക്കോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുവാണ് രേവതി. ഇവളൊരുത്തി, എടി മിണ്ടാതിരിക്കടി, ഇപ്പൊ എന്താ ആ കള്ളൻ എവിടെയാടാ ഉള്ളത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ്. പണം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ, കള്ളനെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടില്ലമ്മേ എന്ന് സച്ചി പറയുമ്പോ, എടാ, നിനക്കറിയുന്ന പോലീസ് എന്നല്ല പറഞ്ഞത്. ആ കള്ളനെ ഒരു തവണ എനിക്ക് കാണുന്നുണ്ട്. അയാളോട് പോയി പറയ് അവനെ എൻ്റെ മുന്നിൽ ഹാജരാക്കാൻ എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ്. കള്ളനെ നീ എന്തിനാ കാണുന്ന ചന്ദ്രേ എന്ന് രവി ചോദിക്കുമ്പോ, അന്ന് അവൻ എൻ്റെ ബാഗ് പിടിച്ചു വലിക്കുമ്പോ എൻ്റെ കയ്യിൽ അവൻ്റെ നഖം കൊണ്ടു. അത് വെച്ച് അവൻ എന്നെ മാന്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ കയ്യിൽ അതുപോലെ തന്നെയുണ്ട്. അവനെ എൻ്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. കള്ളനെ ചെരുപ്പ് കൊണ്ട് അടിച്ചാലേ എൻ്റെ ദേഷ്യം തീരൂ എന്ന് പറയുവാണ് ചന്ദ്ര. അതൊക്കെ നിങ്ങൾ ജയിലിൽ പോയി അടിച്ചാൽ മതി. അവനെ കാണണമെങ്കിലേ നിങ്ങൾ ജയിലിലേക്ക് തന്നെ പോണം എന്ന് സച്ചി അവർക്ക് മറുപടി കൊടുക്കുവാണ്. എടാ, എന്താടാ, നിന്റെ ഭാര്യ ഇന്ന് രാവിലെ എന്നോട് ജയിലിൽ പോയി ചോറ് കഴിക്കാൻ പറഞ്ഞു. ഇപ്പൊ നീ എന്നോട് ജയിലിലേക്ക് പോവാൻ പറയുന്നു. എന്നെ കണ്ടാൽ നിങ്ങൾക്കൊക്കെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ തോന്നുന്നുണ്ടോടാ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. അച്ഛാ, ഇതാ നിങ്ങളുടെ കാശ്. ഇത് അച്ഛൻ അധ്വാനിച്ച കാശാണ്. ഈ പെണ്ണിന്റെ അച്ഛന്റെ പിന്നാലെ നടന്ന് അച്ഛൻ എത്ര കഷ്ടപ്പെട്ട ഈ കാശ് നേടിയത് എന്ന് പറയുവാണ് സച്ചി. എടാ, എന്താടാ വർഷമോളുടെ മുന്നിൽ വെച്ച് അവളുടെ അച്ഛനെ കുറ്റം പറയുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, പറയട്ടെ ആന്റി, എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്ത ആളല്ലേ, അപ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വർഷയും പറയുകയാണ്. ചാ, നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ വച്ചാ മതി. ഇത് പിടിക്കച്ചാ, ഇനി മേലിൽ ഇത് ആർക്കും കൊടുക്കരുത്, ഭദ്രമായി വയ്ക്കണം എന്നൊക്കെ സച്ചി പറഞ്ഞേൽപ്പിക്കുവാണ്. എടാ, ഈ പണം നമ്മുടെ കയ്യിൽ തന്നെ എത്തിയില്ലേ? ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. ഇത് തിരിച്ചു തന്നെ ഈശ്വരൻ കൊണ്ടുതരും എന്നൊക്കെ രവിയേട്ടനും പറയുമ്പോ, ഇടുന്നതാ നല്ലത്. പഴയതുപോലെ അമ്മയുടെ കയ്യിൽ കൊടുക്കാതെ വീണ്ടും തൊലച്ചിടും അമ്മ. ഇല്ലെങ്കിലേ ഒരു കള്ളൻ ഇവിടെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ്. എടാ, നീ ആരെക്കുറിച്ചാ പറഞ്ഞത് എന്ന് സുധി ചോദിക്കുമ്പോ, എന്താ നിനക്ക് പെട്ടെന്ന് മനസ്സിലായല്ലോ? അപ്പോ ആരാണെന്ന് നീ തന്നെ മനസ്സിലാക്കിയാ മതി. ആശു ഭദ്രമായിട്ട് സൂക്ഷിക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയില്ലേ, ആ പണം എന്റെ കയ്യിലെത്താ, ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിക്കാം എന്ന് ചന്ദ്ര പറയുമ്പോ, ഇനി അത് വേണ്ട ചന്ദ്രേ, ഈ പണം ഞാൻ തന്നെ ഭദ്രമായിട്ട് വെച്ചോളാം എന്ന് പറഞ്ഞ രവിയേട്ടൻ ആ കാശുമായി മുറിയിലേക്ക് പോവുകയാണ്. പണം കിട്ടാത്ത ദേഷ്യത്തിൽ ഇരിക്കുവാണ് ചന്ദ്രമതി. ശ്രുതിയോട് സംസാരിക്കുന്നത് റൂമിന് പുറത്തു നിന്ന് കേൾക്കുകയാണ് രേവതി. എനിക്ക് ആ സച്ചിയാണ് ഡൗട്ട്. മോഷ്ടിച്ചോണ്ട് പോയ പണം പൊതുവായി ഇത്രയും കൃത്യമായി കിട്ടാറില്ല. അതും പോലീസുകാരൻ കൊണ്ട് തരാതെ ഇവന്റെ കയ്യിൽ കൊടുക്കോ
എനിക്കെല്ലാം മനസ്സിലായി ശ്രുതി. ആ കള്ളൻ സച്ചിക്ക് നന്നായിട്ട് അറിയുന്നവനായിരിക്കും. ആ കള്ളനും ഇവനും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ സച്ചി ആയിരിക്കും ആ കള്ളനെ പണം മോഷ്ടിക്കാൻ ആന്റിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ശ്രുതി പറഞ്ഞത് കേട്ട് രേവതി ആകെ ഞെട്ടി നിൽക്കുവാണ്. ഏയ്, അവൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല എന്ന് ശ്രുതി പറയുമ്പോ നീ എന്താ പുതിയതായി അനിയനെ സപ്പോർട്ട് ചെയ്യുന്നേ എന്ന് ശ്രുതി ചോദിക്കുവാണ്. അല്ല ശ്രുതി, സച്ചി ദേഷ്യത്തോട് സംസാരിക്കും, ഗുണ്ടയായി പെരുമാറുമായിരിക്കും. എന്നാല് ഇതുപോലെ കള്ളത്തരവും മോഷ്ടിക്കുന്ന ജോലിയൊന്നും അവൻ ഒരിക്കലും ചെയ്യില്ല എന്ന് ശ്രുതി അതിന് മറുപടി കൊടുക്കുവാണ്. അല്ല, ആ കള്ളനും സച്ചിക്കും എന്തോ കണക്ഷൻ ഉണ്ട്, അത് ഉറപ്പാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ശരിക്കും മറുപടി പോലും പറഞ്ഞില്ല. പണവും സ്വർണവും പൊതുവായി ഒരിക്കലും തിരിച്ചു കിട്ടിയ ചരിത്രമില്ല. കള്ളന്മാര് അത് ചെലവാക്കും. ഇപ്പൊ നീ എന്തിനാ ശ്രുതി എന്നെ ഡൗട്ടോടെ നോക്കുന്നേ? എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണോ നീ ഇപ്പോ ആലോചിച്ചത് എന്നൊക്കെ ശ്രുതി പേടിയോടെ ചോദിക്കുവാണ്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ശ്രുതി. എന്നാലും സച്ചി ആ പണം മോഷ്ടിക്കില്ല. എന്തായാലും പണം കിട്ടിയില്ലേ എന്ന് പറയുവാണ് ശ്രുതി. അല്ല, അവനും ആ കള്ളനും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിലേ സച്ചി തന്നെയായിരിക്കും ഈ മോഷണത്തിന്റെ പിന്നില്. ഒരു ദിവസം ഇതിന്റെ സത്യം ഞാൻ കണ്ടുപിടിക്കും എന്ന് ശ്രുതി പറയുന്നത് കേട്ട് രേവതി ഉടനെ സച്ചിയുടെ അടുത്തേക്ക് പോവാണ്.